ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 3. ബലദേവ വിവാഹോത്സവം. സൂര്യവംശത്തിൽ അനർത്തൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ആനർത്തദേശം സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്തത്. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്ന രൈവതൻ കുശലസ്ഥലി പട്ടണം നിർമ്മിച്ച് രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന് 100 പുത്രന്മാരും രേവതി എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. അവൾക്ക് അനുരൂപനായ ഒരു വരനെ ലഭിക്കുവാനായി രൈവതൻ അവളെയും കൂട്ടി തേരിൽ കയറി ഭൂമി മുഴുവനും സഞ്ചരിച്ച് പിന്നീട് യോഗബലത്താൽ ബ്രഹ്മലോകത്തിലെത്തി. തൻ്റെ പുത്രിക്ക് ഒരു വരനെ കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് പൂർവചിത്തി എന്ന അപ്സരസിൻ്റെ ഗാനത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. രൈവതൻ അദ്ദേഹത്തെ സ്തുതിച്ചു. അപ്പോൾ അദ്ദേഹം രൈവതനോട് അവിടുത്തെ ഒരു ക്ഷണനേരം ഭൂമിയിൽ എത്രയോ യുഗങ്ങളാണെന്നും അദ്ദേഹത്തിൻ്റെ വംശക്കാരൊന്നും തന്നെ ഭൂമിയിൽ ഇല്ലെന്നും ആകയാൽ പുത്രിയെ ഗോകുലനാഥനായ ബലരാമന് നൽകുകയാണ് വേണ്ടതെന്നും നിർദ്ദേശിച്ചു. പരിപൂർണതമന്മാരും ഗോകുലനാഥന്മാരുമായ ശ്രീകൃഷ്ണനും ബലരാമനും ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണെന്നും വസുദേവപുത്രന്മാരായ അവർ ദ്വാരകയിൽ വസിക്കുന്നുണ്ടെന്നും ബ്രഹ്മാവ് പറഞ്ഞു. രൈവതൻ അപ്രകാരം ദ്വാരകയിൽ വന്ന് കന്യകയെ ബലരാമന് വിവാഹം ചെയ്തു കൊടുത്തു. തുടർന്ന് അദ്ദേഹം തപസ്സിനായി ബദരി ആശ്രമത്തിലേക്ക് പോയി. ബലരാമൻ രേവതീദേവിയോടുകൂടി ദ്വാരകയിൽ താമസിച്ചു വന്നു. ഹരേ കൃഷ്ണ.